ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ നമ്മുടെ സമൂഹം ഗൗരവമായി ആലോചിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഇടപെടേണ്ടുന്ന ഒരു സമയമാണിത്. സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ഗുണത്തെക്കാളേറെ അതിന്റെ ദോഷങ്ങളിലേക്കാണ് ജനങ്ങളുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പോകുന്നത് എന്നുള്ള അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ പറയപ്പെട്ടത് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ കുട്ടിയെ 2023 മുതൽ 2025 വരെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ വിവിധ ജില്ലകളിലുള്ള 15ഓളം പേർ ഈ വിദ്യാർത്ഥി നൽകിയ മൊഴി പ്രകാരം 15ഓളം പേർ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ചന്തേര പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 10ഓളം കേസുകളാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ കേസ് നടന്ന ഒരു സംഭവത്തെക്കാൾ ഇതിൽ പൊതുജന മനസാക്ഷി ഉണരേണ്ട അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഉണരേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൈനുദ്ദീൻ അത് വളരെ 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 ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിദ്യാഭ്യാസ ഓഫീസർ കുട്ടികളെ നേരെ നയിക്കേണ്ടുന്ന എല്ലാ അധ്യാപകരെയും നയിക്കുന്ന ഒരു ഓഫീസർ ഒരു 16 വയസ്സുകാരനെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം അറസ്റ്റിലായി, അദ്ദേഹം സസ്പെൻഷനിലുമായി. മറ്റൊന്ന്, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ സിറാജുദ്ദീൻ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പൊതുജനത്തിന് സംരക്ഷണം കൊടുക്കേണ്ടുന്ന, പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന, പൊതുജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇതൊരു വിദ്യാർത്ഥിയെ ഒരു രാഷ്ട്രീയ നേതാവ് ദുരുപയോഗം ചെയ്തതിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവിടെ കാണേണ്ട മറ്റൊരു വിഷയം, ചന്തേര, ചീമേനി, നീലേശ്വരം, ചിറ്റാരിക്കാൽ, വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ വളരെ പഴുതടച്ച അന്വേഷണം നടത്തിയിട്ടാണ് ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത്. സ്വർഗാനുരാഗികളുടെ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ കുട്ടി പരിചയപ്പെട്ടത് എന്നുള്ളത്. ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത്തരം ആപ്പുകളിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുന്നത്? ഒരു കുട്ടിയുടെ മാനസിക നില എങ്ങനെയാണ് അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നത്? എന്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കരുത്. കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇവർക്കെതിരെ കൊടുക്കണം എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം. മറ്റൊന്ന്, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനൊരു രക്ഷിതാവാണ്. ഇതേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി എനിക്കുമുണ്ട്. നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അവരെ ജാഗരൂകരായി കാണേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. മുൻപത്തെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാലഘട്ടമോ അല്ല ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടണം എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു ഫോൺ വാങ്ങി കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വഴിക്ക് വിടുകയാണ്. അത് പാടില്ല. സമൂഹം വളരെ ജാഗരൂകരായി ഇരിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഈ സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് സെല്ലുകൾ ഒരു സമയത്തൊക്കെ വലിയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിൽ അല്ലേ കാര്യങ്ങൾ പോകുന്നത്? കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ കൂടുതലായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്കൂളുകളിലുള്ള ഈ കൗൺസിലിംഗ് സെല്ലുകൾക്ക് പോലും വിദ്യാർത്ഥികളുടെ ഇത്തരം പ്രശ്നങ്ങൾ അത് അറിയാൻ സാധിക്കുന്നില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കല്ലേ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ പോകുന്നത്? ഇല്ല മാഡം, ഇതില് മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ തല്ലിയതുമായി ബന്ധപ്പെട്ട് വലിയ ലക്ഷങ്ങളാണ് ആ അധ്യാപകന് ഞങ്ങളുടെ നാട്ടിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വന്നത്. ഞാൻ പറയട്ടെ, ഈ എന്റെയൊക്കെ ചെറുപ്രായത്തിൽ നല്ലതുപോലെ തല്ല് കിട്ടിയിട്ടുണ്ട്. എന്റെ അച്ഛനോ അമ്മക്കോ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. കാരണം അത് അധ്യാപകർ നമ്മളെ ശിക്ഷിക്കുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നു. എന്ന് കരുതി തല്ലാനുള്ള അധികാരം ആർക്കുമില്ല. പക്ഷേ കുട്ടികളെ ശിക്ഷിക്കേണ്ടത് ശിക്ഷണത്തിൽ തന്നെ വളരണം. ആ ശിക്ഷണത്തിൽ വളരാത്തതിന്റെ ഒരുപാട് തകരാറുകൾ ഉണ്ട്. അധ്യാപകർക്ക് കുട്ടികളോട് ഇടപെടുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ വിഷയങ്ങളാണ്. മറ്റൊന്ന്, ഇതുപോലെയുള്ള കൗൺസിലിങ്ങുകൾ പലതും നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലപ്രദമായി ഏറ്റുന്നില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നതോടുകൂടി കാണാൻ വേണ്ടി കഴിയുന്നത്. സർക്കാർ
കുറച്ചുകൂടി ജാഗരൂകരായി വിദ്യാഭ്യാസ വകുപ്പ് ജാഗരൂകരായി ഇടപെടണം. വെറും കൗൺസിലിങ്ങോ ക്ലാസ്സോ മാത്രമല്ല, മറ്റു കാര്യങ്ങൾ കൂടി അതിന്റെ സാഹചര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.